മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരുമെന്നതിൽ അഭിയോഗം നിലനിൽക്കെ നിർണായക CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമയത്തിനകം ചേരുകയാണ്. ഭരണഘടനാ അവഹേളനത്തിലെ പുനരന്വേഷണ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് മന്ത്രി സജി ചെറിയാൻ്റെ ആലോചന. അതേസമയം സജി ചെറിയാൻ രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുന്നു. വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തറും ശ്രീജിത്തും ചേരുകയാണ്. ആദ്യം ഷെഫീദ് റാവുത്തറിലേക്ക്. ഷെഫീദ്, ഈ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമ്മുടെ വാർത്താ കേന്ദ്രങ്ങളിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? കാരണം മന്ത്രി സജി ചെറിയാനെ വിവാദത്തിൽ നിന്ന് ഊരിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പാർട്ടിക്ക് അറിയാം. ഈ ഭരണഘടനാ അവഹേളന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതി നിരീക്ഷണം അതിനെ കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കാരണം ഒരേ വിഷയത്തിൽ 2 തവണ രാജി എന്നുള്ളത് അത് ധാർമ്മികതയുടെ കാര്യം ഉയർത്തിക്കൊണ്ട് നേരത്തെ സജി ചെറിയാൻ രാജിവെച്ചതാണ്. ഇനി വീണ്ടും മറ്റൊരു ഘട്ടത്തിൽ കോടതി നിരീക്ഷണം അത് പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ സജി ചെറിയാന്റെ രാജി എന്നുള്ള കാര്യം എന്നുള്ള പ്രതിപക്ഷ ആവശ്യം അത് ഒരു തരത്തിലും പരിഗണിക്കേണ്ടതില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് CPM ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് സജി ചെറിയാനും ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. സ്വാഭാവികമായും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളത്, അല്ലെങ്കിൽ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് സജി ചെറിയാൻ ഇപ്പോൾ തീരുമാനിച്ചത്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തില്ല. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണെങ്കിലും സജി ചെറിയാൻ ചേർത്തലയിലാണ്. അദ്ദേഹം അടുത്ത ബുധനാഴ്ച മാത്രമേ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അപ്പോഴും ഒരു പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് ഈ സാഹചര്യം തന്നെയായിരിക്കും. ഇനി രാജിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയാണെങ്കിലും ഗൗനിക്കാതെ വിട്ടാൽ അത് പതുക്കെ അണഞ്ഞുകൊള്ളും എന്നുള്ളൊരു വിലയിരുത്തൽ CPMനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വീണ്ടും ഈ വിഷയം ഉയർത്തുകയും ആ വിഷയത്തിന്റെ പേരിൽ പ്രതിരോധത്തിലാകുകയും ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി CPM ഈ വിഷയത്തിൽ ആലോചിക്കുന്നുണ്ട്. സ്കാൻ ഓക്കെ, താങ്ക് യു. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഷെഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ CPMൻ്റെ മറ്റു നീക്കങ്ങൾ എന്തായിരിക്കും ഈ കാര്യത്തിൽ? കാരണം ഭരണഘടനയോട് അനാദരവ് കാണിച്ചു എന്ന് ഹൈക്കോടതി തന്നെ പരാമർശം നടത്തുമ്പോൾ അതിൽ പിന്നെ പിടിച്ചു നിൽക്കാനുള്ള വഴികൾ കുറവാണ്. പറയൂ. SKN ഈ കാര്യത്തിൽ മന്ത്രി സജി ചെറിയാൻ്റെ ഭരണഘടനാ അവഹേളന പരാമർശത്തിൽ പുനരന്വേഷണത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ CPM ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം BJP വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യമാണ് CPM ഏറ്റവും ശക്തമായി ഉയർത്തുന്നത്. അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഭരണഘടനാ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ അതേ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മന്ത്രി തന്നെ ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കോടതി സജി ചെറിയാൻ്റെ പരാമർശത്തിൽ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായ പിഴവുണ്ട് എന്ന് അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഒരു CPMനെയും സർക്കാരിനെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്ത പോലെ തൽക്കാലം രാജി വേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് CPM എത്തി നിൽക്കുന്നത്. CPMൻ്റെ ബന്ധപ്പെട്ട നിയമ വിദഗ്ധരുമായിട്ടൊക്കെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ഇക്കാര്യത്തിൽ നിയമോപദേശങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഈ നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും CPMൻ്റെ തുടർ നീക്കങ്ങളെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും രാജി തൽക്കാലമില്ല എന്ന കാര്യത്തിലൊരു ധാരണയുണ്ട്. എങ്കിൽ പോലും നിയമപരമായി കോടതിയിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കാൻ എങ്ങനെയാണ് ഈ കേസിനെ നിയമപരമായി പ്രതിരോധിക്കേണ്ടത്, എന്താണ് അനന്തര നടപടികൾ എന്ന കാര്യത്തിലാണ് ഗൗരവതരമായിട്ടുള്ള ഒരു പരിശോധനയും ആലോചനയും ഇന്ന് സെക്രട്ടറി യോഗത്തിൽ നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ CPM MP ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടേക്കും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.